Dear students, in this video we will be discussing the fourth module of electrodynamics paper 2. In this particular video I will be discussing some of the applications of magnetic field, namely the magnetic separator, and also discuss about magnetic deflection and device which works on the principle of magnetic deflection, which is called a cyclotron. So let's discuss about magnetic separator. It's a device which is works on the principle of static magnetic field, the effect of static magnetic field. Okay, so ഇവിടെ നമ്മൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഈ പിക്ചറിൽ തന്നെ എല്ലാം അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു സെപ്പറേറ്റ് ദ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഫ്രം നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഓക്കെ, സോ യു ഹാവ് ടു പുള്ളീസ് ഹിയർ. ഈ റൗണ്ട് ആയിട്ട് വരച്ചിരിക്കുന്നത് രണ്ട് പുള്ളിയാണ്. ഔട്ട് ഓഫ് വിച്ച് വൺ ഓഫ് ദം ഈസ് എ മാഗ്നറ്റിക് പുള്ളി. ഓക്കെ, സോ ദിസ് പുള്ളി ഈസ് മാഗ്നറ്റൈസ്ഡ്, ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നു. ആൻഡ് യു ഹാവ് എ ഹോപ്പർ ഹിയർ. ഹോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണൽ പോലത്തെ ഒരു അറേഞ്ച്മെൻറ്റ്. And you have two bins here. First bin for non-magnetic materials and the second bin for a magnetic material. Okay, so the principle വളരെ സിമ്പിൾ ആണ്. ഈ ഹോപ്പറിൽ നിങ്ങൾ ഒരു മെറ്റീരിയൽ, ഒരു മിക്സ്ചർ ഓഫ് മാഗ്നറ്റിക് ആൻഡ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ, ഇപ്പം കുറച്ച് ഒരു അയണിൻ്റെ ഒക്കെ ഒരു മിക്സ്ചർ എടുത്തിട്ട് അയണിൻ്റെയും അതുപോലെ തന്നെ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു മിക്സ്ചറാണെന്ന് വിചാരിക്കുക. അപ്പം ഒരു വുഡിൻ്റെ പൊടി, അതുപോലെ തന്നെ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള അയണിൻ്റെ പൊടിയാണ്, ഒരു മിക്സ്ചറാണ് ഇവിടെ എടുക്കുന്നത്. അപ്പം ഇവിടെ ഒരു ബെൽറ്റ് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഇതിലൂടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് എ റബ്ബർ ബെൽറ്റ്. അപ്പോൾ ഈ ഹോപ്പറിലൂടെ വുഡിൻ്റെയും അയണിൻ്റെയും ഒരു മിക്സ്ചർ ഈ ബെൽറ്റിലൂടെ വന്നു കഴിഞ്ഞിട്ട് ഈ മാഗ്നറ്റിക് പുള്ളിയിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് വുഡ് ഇതിലൊന്നും അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നില്ല. സോ ഇറ്റ് വിൽ കം ഡൗൺ ടു ദ ഫസ്റ്റ് ബിൻ. ഓക്കെ, പക്ഷേ മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള അയൺ ഈ മാഗ്നറ്റിക് പുള്ളിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും അണ്ടിൽ ഇറ്റ് ക്രോസസ് ദ മാഗ്നറ്റിക് പുള്ളി. ഈ മാഗ്നറ്റിക് പുള്ളി ക്രോസ് ചെയ്ത് ഈ പോയിന്റ് എത്തുന്നത് വരെ ഇത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. ഇവിടെ എത്തുന്ന സമയത്ത് അത് ഡ്രോപ്പ് ചെയ്യും, ബിക്കോസ് ദ എഫക്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി കട്ട് ഓഫ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ബിന്നിൽ നമുക്ക് മാഗ്നറ്റിക് മെറ്റീരിയൽ കിട്ടും, ഫസ്റ്റ് ബിന്നിൽ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ കിട്ടും. സോ ദിസ് ഈസ് എസെൻഷ്യലി ദ പ്രിൻസിപ്പിൾ ഓഫ് എ magnetic separator. Next we discuss about magnetic deflection. Magnetic deflection എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് അനുഭവപ്പെടുന്ന ഡിഫ്ലക്ഷൻ പറ്റിയാണ് പറയുന്നത്. സോ ഇത് നമ്മൾ പല സ്റ്റേജസിൽ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മൾ സൈക്ലോട്രോൺ എന്നുള്ള ഡിവൈസ് മുന്നേ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫോഴ്സ്, നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ. ഓക്കെ, സോ നമുക്കറിയാം എ ചാർജ്ഡ് പാർട്ടിക്കിൾ വിച്ച് മൂവ്സ് വിത്ത് എ വെലോസിറ്റി, ഒരു ക്യൂ ചാർജിലൊരു പാർട്ടിക്കിൾ യു വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിനനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു യു ക്രോസ് ബി. ഇവിടെ വെലോസിറ്റിക്ക് ഈ ഒരു ടെക്സ്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾ യു ആണ്. അപ്പം സാധാരണ നമ്മൾ വി ആണ് യൂസ് ചെയ്യാറ്, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നാണ് പറയാറ്. സോ ദിസ് ഇസ് സെയിം തിങ്. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. സോ എഫ് ഇസ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു യു ക്രോസ് ബി. ഇനി ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഗിവൺ ബൈ ദ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രൂ എടുക്കുക, എന്നിട്ട് യുവിൻ്റെ ഡയറക്ഷനിൽ നിന്ന് ബിയുടെ ഡയറക്ഷനിലേക്ക് തിരിക്കുക. അപ്പോൾ സ്ക്രൂ ഉള്ളിലേക്കാണോ പുറത്തോട്ടാണോ പോകുന്നതിനനുസരിച്ചായിരിക്കും എഫിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ജനറലി നമുക്ക് പറയാം ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് യു ആൻഡ് ബി. യുവും ബിയും ഉള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷൻ ഉണ്ടാവും. അത് ഫിക്സ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഒരു റൈറ്റ് ഹാൻഡ് സ്ക്രൂ എടുക്കുക, വെലോസിറ്റി വെക്ടർ യു എന്നുള്ള വെലോസിറ്റി വെക്ടറിൽ നിന്ന് ബി എന്നുള്ള വെലോസിറ്റി വെക്ടറിലേക്ക് തിരിക്കുന്ന സമയത്ത് സ്ക്രൂ ഉള്ളിലേക്കാണ് പോകുന്നതാണെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കും, പുറത്തോട്ട് വരികയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. Okay, now suppose
യു എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? യു മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആണെന്ന് പറയുന്ന സമയത്ത് യുക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എയ്തർ 0 അല്ലെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കേസിലായാലും ഈ ക്രോസ് പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് ക്യൂ യു ബി സൈൻ തീറ്റ എന്നത്. തീറ്റ എന്നുള്ളത് എയ്തർ 0 അല്ലെങ്കിൽ 180. അപ്പോൾ സൈൻ 0 ആയാലും സൈൻ 180 ആയാലും ദ ഫോഴ്സ് വിൽ ബി 0. അപ്പം അതുകൊണ്ട് നമുക്ക് പറയാം മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ട് ഒരു വെലോസിറ്റി ഉണ്ടെങ്കിൽ അതുമൂലമുള്ള മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ പാരലൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റിക്ക് മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്നില്ല. ഓക്കെ, ഡ്യൂ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫോഴ്സ് അനുഭവപ്പെടുന്നില്ല. ഓക്കെ, ഓൺലി വെൻ ദർ ഇസ് എ കമ്പോണൻറ്റ് വിച്ച് ഈസ് not parallel to the magnetic field which is having a magnetic force. Okay, so നമുക്ക് പറയാം നമുക്ക് എനി ജനറൽ വെലോസിറ്റിയെ നമുക്ക് തന്നിരിക്കുന്ന ഏതൊരു വെലോസിറ്റിയും നമുക്ക് പാരലൽ കമ്പോണൻറ്റും പെർപെൻഡിക്കുലർ കമ്പോണൻറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. ഇപ്പോൾ യു പി എന്നുള്ളത് പാരലൽ കമ്പോണൻറ്റും യു എൻ എന്നുള്ളത് നോർമൽ കമ്പോണൻറ്റ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ കമ്പോണൻ്റാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ വിത്ത് റെസ്പെക്ട് ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറും മാഗ്നറ്റിക് ഫീൽഡിന് പാരലും ആയിട്ടുള്ള കമ്പോണൻസ് ആയിട്ട് പിരിച്ചെഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ കേസ് വെച്ചിട്ട് യു പി പാരലൽ കമ്പോണൻറ്റിന് ദർ ഇസ് നോ മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു കേസിൽ നമുക്കപ്പം എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എഴുതാം. എഫ് വിൽ ബി ഓൺലി ഡ്യൂ ടു ദ നോർമൽ കമ്പോണൻറ്റ്. ഇപ്പോൾ യു എന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇവിടെ ഒരു വെക്ടർ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് യു എൻ ആണ് അല്ല. അങ്ങനെയാണെന്ന് വെക്കുകയാണെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് വിൽ ബി ഓൺലി ഡ്യൂ ടു ദ നോർമൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി. ആ കേസിൽ നമുക്ക് ഇവിടെ എഴുതാം ക്യൂ ഇൻറ്റു യുവിന് പകരം യു എൻ എഴുതി ക്രോസ്. അത് നോർമൽ കമ്പോണൻ്റ് ആയതുകൊണ്ട് ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് സോ യു ക്യാൻ റൈറ്റ് ഡൗൺ സൈൻ 91. ഇത് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ക്യാപിറ്റൽ ബി. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ charged particle. Okay, now suppose you have a velocity which is perpendicular to the magnetic field. Okay, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് ബി ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. ഡൗൺവേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് ഡയറക്ഷൻ, മൈനസ് ഇസഡ് ഡയറക്ഷനിലാണ് ബി. മൈനസ് ഇസഡ് ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് മൈനസ് എ ഇസഡ്. അപ്പം ഇത് മനസ്സിലാക്കുക, എ ഇസഡ് ഈസ് ദ യൂണിറ്റ് വെക്റ്റർ അലോങ് ദ നെഗറ്റീവ് ഇസഡ് ഡയറക്ഷൻ. ഓക്കെ, മൈനസ് എ ഇസഡ് ഈസ് ദ യൂണിറ്റ് വെക്റ്റർ അലോങ് ദി നെഗറ്റീവ് ഇസഡ് ഡയറക്ഷൻ. ഇത് നമ്മൾ ഇസഡ് ക്യാപ്പ് എന്നുള്ള ഇടുന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ബുക്കിൽ യൂസ് ചെയ്തിരിക്കുന്ന നൊട്ടേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. എ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് ഈസ് ഈക്വലൻ ടു ഇസഡ് ക്യാപ്പ്. ഓക്കെ, ആൻഡ് എ റോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിലിണ്ട്രിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റമാണ്. അതായത് സിലിണ്ട്രിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 3 കമ്പോണൻസ് ഉണ്ട്. സാധാരണ എക്സ് വൈ ഇസഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ആണ്. അതിന് പകരം സിലിണ്ട്രിക്കൽ പോളാർ ആവുന്ന സമയത്ത് വി ഹാവ് ഫസ്റ്റ് കമ്പോണൻറ്റ് റോയാണ്. റോ അതുപോലെ ഒരു ആംഗിൾ വേരിയബിൾ ഉണ്ടാവും ഫൈ ആൻഡ് ഇസഡ്. റോ ഫൈ ഇസഡ് ഇതാണ് 3 കമ്പോണൻസ് എക്സ് വൈ ഇസഡിന് പകരം. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം റോ അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഫെമിലിയർ ആയിരിക്കുന്നത് ചിലപ്പം ആർ ഫൈ ഇസഡ് ആയിരിക്കും. ഓക്കെ, നെയ്തർ വേ ഇത് സിലിണ്ട്രിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ബി ഇസഡ് മൈനസ് ഇസഡ് ഡയറക്ഷനാണ്. യു എന്നുള്ളത് ടാൻജൻഷ്യൽ ഡയറക്ഷനാണ്. ടാൻജൻഷ്യൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫൈ ക്യാപ്പിൻ്റെ ഡയറക്ഷനാണ്, എ ഫൈ. അപ്പം ഏതൊരു പോയിന്റിലും ബിക്ക് പെർപെൻഡിക്കുലർ ആണ് എന്ത് വെലോസിറ്റി എങ്കിൽ, അപ്പോൾ ബിക്ക് പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത് ഇപ്പോൾ പാരലൽ കമ്പോണൻ്റ് ഇല്ല, ഇത് 0 ആണ്. യു മാത്രം, യു ഇറ്റ് സെൽഫ് ഈസ് പാരലൽ ടു പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വെക്ടർ ഇതാണ്, ബി വെക്ടർ ഡൗൺവേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഉള്ള ഡയറക്ഷൻ കാണണമെങ്കിൽ യു എന്നുള്ള വെക്ടറിനെ എടുത്തിട്ട് ബി വെക്ടറിലേക്ക് തിരിക്കണം. സോ ഇങ്ങനെ തിരിക്കണം. ഓക്കെ, സോ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് സോ ദ സ്ക്രൂ വിൽ ബി ഇങ്ങനെ തിരിക്കേണ്ടത് ഇത് ഡൗൺവേർഡ് ഡയറക്ഷനാണ്. ഓക്കെ, സോ യു വിൽ ബി റൊട്ടേറ്റിംഗ് ദ സ്ക്രൂ ഫ്രം യു ടു ബി. ഇങ്ങനെയാണ് തിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് screw will be going inward. Right hand screw will be going inward. The force acting on the particle will be towards the center. Okay, so ഈ എല്ലാ പോയിന്റിലും വെലോസിറ്റി ഓരോ പോയിന്റിലും വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ
the force acting on the field will be Q, U and V. U and B. So B constant ആണ്, UN constant ആണ്, Q constant ആണ്. So the particle will be experiencing a constant force അല്ല ഓരോ പോയിന്റിൽ. So the particle will be executing a circular motion with this point as the center. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ the particle will execute a closed orbit or circular orbit അല്ല. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം ആയിരിക്കണം, എന്നാൽ മാത്രമേ ഇത് സർക്കുലർ പാത്ത് കവർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ വെലോസിറ്റി എന്നുള്ളത് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കണം. ഓക്കെ, സോ അങ്ങനെ ഇങ്ങനൊരു കേസിൽ നമുക്ക് പറയാം mv², വെലോസിറ്റി സ്ക്വയർ. അപ്പം ഇവിടെ നമ്മൾ നോർമൽ കമ്പോണൻറ്റ് ഇടുകയാണ്, പാരലൽ കമ്പോണൻറ്റ് ഇല്ല അതിന്. അപ്പം mv²/r, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാണ് mv²/r. So mun²/r is equal to qb un, അതായത് the force acting on the magnetic force acting on the particle. സോ ഇത് നമ്മൾ സാധാരണ നമ്മൾ എഴുതുന്ന സൈക്ലോട്രോൺ ഫോർമുല, ഈ ഫോർമുലയ്ക്ക് പറയുന്ന പേരാണ് സൈക്ലോട്രോൺ ഫോർമുല. ഓക്കെ, നൗ സപ്പോസ് ദർ ഇസ് എ പാരലൽ കമ്പോണൻറ്റ്. ഇനി നമുക്കൊരു പാരലൽ കമ്പോണൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം, നോർമൽ കമ്പോണൻറ്റിൻ്റെ കൂടെ ഒരു പാരലൽ കമ്പോണൻറ്റ്. അപ്പോൾ പാരലൽ കമ്പോണൻറ്റ് കാരണം അതിനൊരു ഫോഴ്സ് ഇല്ല. സോ പാർട്ടിക്കിൾ വിൽ ബി ഹാവിങ് എ ഫോഴ്സ് ഓൺലി ഡ്യൂ ടു ദ നോർമൽ കമ്പോണൻറ്റ്. നോർമൽ കമ്പോണൻറ്റ് കൊണ്ട് എന്തുണ്ടാവും, ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ പാരലൽ കമ്പോണൻറ്റ് ഫോഴ്സ് അനുഭവപ്പെടുന്നില്ല, അത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഈ ഡയറക്ഷനിൽ പാരലൽ, അതായത് ബിക്ക് പാരലായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. സോ ബിക്ക് പാരലൽ എന്ന് പറയുമ്പോൾ ബി ഡൗൺവേർഡ് ഡയറക്ഷൻ ആകുമ്പോൾ ശരിക്കും സർക്കുലറാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതിന് പകരം സർക്കിളും അതുപോലെ തന്നെ യു പാരലൽ ഡയറക്ഷനിൽ ഒരു മൂവ്മെൻറ്റും, ആ രണ്ട് മൂവ്മെൻറ്റും കൂടി കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ഇറ്റ് വിൽ ട്രാവൽ എ ഹെലിക്കൽ പാത്ത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എക്സിക്യൂട്ടിങ് എ സർക്കുലർ ഓർബിറ്റ് ബട്ട് ഇറ്റ് വിൽ ബി മൂവിങ് ഇൻ ദി പാരലൽ ഡയറക്ഷൻ ഓൾസോ. ഓക്കെ, അങ്ങനെയാണ് അതൊരു ഹെലിക്കൽ പാത്ത് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, so circular path is due to normal component and the horizontal displacement is due to the parallel component. Okay, so ഇതും നമ്മൾ ഗ്രിഫിത്തിൽ നമ്മൾ ഒരു വട്ടം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇലക്ട്രോഡൈനാമിക്സ് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് the movement of a particle in a combined field as well as in a uniform magnetic field. Okay, so you have the cyclotron formula. ഇനി ഈ സൈക്ലോട്രോൺ ഫോർമുല വെച്ച് നമുക്ക് റേഡിയസ് ഓഫ് ദ സർക്കുലർ മോഷൻ കണ്ടുപിടിക്കാം. അപ്പം റേഡിയസ് ഓഫ് ദ സർക്കുലർ ഓർബിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് യു എൻ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം r ഈക്വൽ ടു വിൽ ഗെറ്റ് mun/qb എന്ന് വരും. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ടൈം പീരീഡ്, അതായത് ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട ടൈം പീരീഡ് കണ്ടുപിടിക്കാം. സോ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സർക്കുലർ മോഷനിൽ സഞ്ചരിക്കുന്ന കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr ആണ്. ആറാണ് റേഡിയസ് എങ്കിൽ അതിൻ്റെ പെരിമീറ്ററാണ് അതിന് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. സോ ഇവിടെ ഈ സർക്കുലർ മോഷനിൽ ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു വിത്ത് വെലോസിറ്റി നമുക്ക് കവർ ചെയ്യുന്ന സമയത്തുള്ള വെലോസിറ്റി നമുക്കറിയാം, ദാറ്റ് ഈസ് un. ഓക്കെ, സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ടൈം പീരീഡ്. ഒരു സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ചെയ്യാം. സോ യു വിൽ ഗെറ്റ് എ ടൈം പീരീഡ് ഈക്വൽ ടു 2πr ഡിവൈഡ് ബൈ un. un നമുക്ക് ഇവിടുന്ന് ഒരു എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. സോ un ഈക്വൽ ടു qbr/m ആണ്. ഓക്കെ, qbr/m, r ക്യാൻസൽ ചെയ്ത് പോയി, യു ക്യാൻ റൈറ്റ് ഡൗൺ 2π/qb. സോ ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര തവണ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ എമൗണ്ട് ആണ് ഫ്രീക്വൻസി. സോ ദാറ്റ് ഈസ് 1/t, ദാറ്റ് ഈസ് ഈക്വൽ ടു qb/2πm. സോ ദിസ് ഈസ് കോൾഡ് എ സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറയും. ഓക്കെ, ഓർ യു ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് ജസ്റ്റ് ഫ്രീക്വൻസി, or better call it as cyclotron frequency. Okay, now angular frequency എന്ന് പറഞ്ഞാൽ 2πf ആണ്. So that is equal to 2π cancel qb/m. Okay, now the horizontal display, അത് നമ്മൾ പറഞ്ഞു ഒരു പാരലൽ കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ ഒരു
മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടെന്ന് അല്ലേ. ആ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി, പാരലൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി, ദാറ്റ് ഈസ് യു പാരലൽ ആണ്. യു പാരലൽ ഇൻറ്റു ഒരു ടൈം പീരീഡിൽ സഞ്ചരിക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്യണം. വെലോസിറ്റി യു പാരലൽ ടൈം എന്ന് പറയുന്നത് ടൈം പീരീഡാണ്, ഒരു റവല്യൂഷൻ വേണ്ട ടൈമാണ്. സോ യു വിൽ ഗെറ്റ് ഡി ഈക്വൽ ടു യു പി ടൈംസ് ടി. ടി നമുക്കറിയാം അല്ലേ, 2 m by qb into up. So this will be the horizontal displacement of the particle in a helical motion. Okay. So next we discuss about cyclotron. Cyclotron എന്ന് പറഞ്ഞാൽ ഇറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ. മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ തന്നെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ഇവിടെ സൈക്ലോട്രോൺ നമുക്ക് തിയറി എഴുതുന്ന സമയത്ത് മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ എഴുതാം. അവിടെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കാം, ഇവിടെ പാരലൽ കമ്പോണൻറ്റ് എഴുതണ്ട. സോ ഓൺലി യു ക്യാൻ കൺസിഡർ ദർ ഈസ് ഓൺലി നോർമൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഡെറിവേഷൻസ് അതുപോലെ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് സൈക്ലോട്രോൺ ഫോർമുല ആസ് mv²/r ഈക്വൽ ടു qvb എന്ന് വരും. ഓക്കെ, ഓർ mu²/r ഈക്വൽ ടു qub. ഓക്കെ, അതിൽ നിന്ന് സൈക്ലോട്രോൺ ഫ്രീക്വൻസി എഴുതാം നിങ്ങൾക്ക്, അതുപോലെ ടൈം പീരീഡ് എഴുതാം, വെലോസിറ്റി ഒരു എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, നൗ ഇവിടെ നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ സൈക്ലോട്രോണിൻ്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, നൗ സൈക്ലോട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു ആക്സിലറേറ്റ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ. ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ യൂഷ്വലി പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളിനെ ഹയർ എനർജിയിലേക്ക്, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈക്ലോട്രോൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിതിൻ്റെ നോട്ട്സ് എഴുതുന്നില്ല, ബിക്കോസ് ഈ ഒരു ടോപ്പിക്സ് എല്ലാം നിങ്ങൾക്ക് ഒരു തവണ ഓരോ സ്ഥലത്തായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ നോട്ട്സ് ഈ ഒരു സെക്ഷനിൽ തരുന്നില്ല. ഓൾസോ അനദർ റീസൺ ഈസ് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് വളരെ കൺസൈസ് ആയിട്ടുള്ളൊരു ബുക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുക്ക് നോക്കിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, നൗ സൈക്ലോട്രോൺ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുകയാണെങ്കിൽ സൈക്ലോട്രോൺ കൺസിസ്റ്റ് ഓഫ് 2 സെമി സർക്കുലർ ഡീസ്. ഓക്കെ, ഡി ഷേപ്ഡ് ആയിട്ടുള്ള 2 ഡിസ്ക് ഉണ്ട്, മെയ്ഡ് ഓഫ് കോപ്പർ. ഈ ഡിസ്കിൻ്റെ ഉള്ളിലൊക്കെ വാക്വം ആണ്. വാക്വം എന്ന് പറഞ്ഞാൽ വേറെ പാർട്ടിക്കിൾസ് ഒന്നുമില്ല. ഓക്കെ, സോ ദർ ഈസ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദിസ് പേജ് കമ്മിങ് ഔട്ട് ഓഫ് ദ പേജ്. ഓക്കെ, പേജിന് പുറത്തോട്ട് into the page. ഓക്കെ, ഔട്ട് ഓഫ് ദ പേജ് അല്ല, ഇൻ ടു ദ പേജ്. ഓക്കെ, ഈ പേജ് എങ്ങനെയാണോ ആ പേജിന് പെർപെൻഡിക്കുലറായ ഉള്ളിലേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതാണ് ഈ മാഗ്നറ്റിക് ഫീൽഡാണ് ഈ ഡോട്ട്സ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നൗ ഇൻ ബിറ്റ്വീൻ ദ 2 semicircular Ds you have an oscillator connected and there is some electric field is here in between the Ds. Electric field is only present in between the Ds. ഈ ഡീസിന് ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പിൽ മാത്രമാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. ഡീസിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എഫക്റ്റ് ഇല്ല. ഓക്കെ, ഡീസിൻ്റെ ഉള്ളിൽ പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, നൗ സോ യു ഹാവ് എ ഓസിലേറ്റർ. ഈ 2 ഡീസും ഇടയ്ക്ക് ഒരു ഓസിലേറ്റർ കൊടുത്തിട്ടുണ്ട്. ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സൈക്ലോട്രോൺ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് എന്താ പറയുക, സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ qb/2πm. ഓക്കെ, നമ്മളിവിടെ പറയുന്നുണ്ട് സൈക്ലോട്രോൺ ഫ്രീക്വൻസി qb/2πm. ഇതായിരിക്കും ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു റീസൺ ഉണ്ട്. ആ റീസൺ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നൗ ഇത്രയും അറേഞ്ച്മെൻറ്റ്സ് ആണ് ഒരു സൈക്ലോട്രോൺ ഉള്ളത്. അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ദർ ഇസ് എൻ അയൺ സോഴ്സ് അറ്റ് ദ സെൻറ്റർ. ഓക്കെ, പോസിറ്റീവ് അയൺ സോഴ്സ് അറ്റ് ദ സെൻറ്റർ. അത് ഇതിൽ കാണിച്ചിട്ടില്ല, അത് മാർക്ക് ചെയ്യണം. സെൻറ്ററിലൊരു അയൺ സോഴ്സ് ഉണ്ട്, പോസിറ്റീവ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ട്. ഓക്കെ, സോ സോഴ്സിൽ നിന്ന് പോസിറ്റീവ് അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അസ്യൂം ദാറ്റ് ദ ഡീസ് ലെഫ്റ്റ് ഡി മൈനസ് പൊട്ടൻഷ്യലിനും അടുത്തത്, അതായത് ഇവിടെ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ സൈക്കിൾ കഴിയുമ്പോഴും അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ ചേഞ്ച് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് സൈക്ലോട്രോൺ ഫ്രീക്വൻസി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
ഇനീഷ്യലി അസ്യൂം ദാറ്റ് ഫസ്റ്റ് ഡി നെഗറ്റീവ് പൊട്ടൻഷ്യലിനും അടുത്തത് പോസിറ്റീവ് ചാർജിലാണെന്നൊക്കെ. ഓക്കെ, സോറി, ഫസ്റ്റ് ഡി പോസിറ്റീവിലും സെക്കൻഡ് ഡി നെഗറ്റീവിലാണെന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഒരു അയോൺ എജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയോൺ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഈ നെഗറ്റീവ് പൊട്ടൻഷ്യലുള്ള ഡിയിലേക്ക് അട്രാക്റ്റ് ചെയ്തിട്ട് ഈ ഡിയുടെ ഉള്ളിലേക്ക് കയറും. ഇടിയുടെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ എന്തില്ല, ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. അപ്പം അപ്പോൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന അയോൺസ് ഈ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, വെലോസിറ്റി പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസ് ആകുന്ന സമയത്ത് ഇവിടെ ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. സർക്കുലർ മോഷൻ ഫുള്ളായിട്ട് സർക്കുലർ അല്ല, കാരണം ഇത് സെമി സർക്കിൾ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു സെമി സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും ഈ ഗ്യാപ്പിനിടയ്ക്ക് വരും. അപ്പം ഗ്യാപ്പിനിടയ്ക്ക് വന്നിട്ട് ഇപ്പോൾ സെമി സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ കാരണം സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് ഫോഴ്സ് ഓർ ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ്. ഇപ്പോൾ സൈക്ലോട്രോൺ ഫോർമുല വെച്ചിട്ട് നമുക്ക് പറയാം ഇതൊരു സെമി സർക്കുലർ ആയിട്ടുള്ള ഒരു ഓർബിറ്റാണ്. അപ്പം വീണ്ടും അത് ഇവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് സൈക്ലോട്രോൺ ഫ്രീക്വൻസി ആയിട്ടാണ്. ഓക്കെ, അപ്പം ഈ അയോൺ ഒരു സെമി സർക്കുലർ പാത്ത് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തുന്ന സമയത്ത് ഇതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ലെഫ്റ്റ് ഡീസ് ബിക്കം നെഗറ്റീവ് ആൻഡ് ദ റൈറ്റ് വൺ ബിക്കംസ് പോസിറ്റീവ്. പൊളാരിറ്റി ചേഞ്ച് ചെയ്യാം. അപ്പോൾ അഗെയിൻ ഇതൊരു പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഈ നെഗറ്റീവ് പൊട്ടൻഷ്യലാണ് ലെഫ്റ്റ് ഡി. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഈ ലെഫ്റ്റ് ഡിയിലേക്ക് എൻ്റർ ചെയ്യും. അഗെയിൻ ഇൻസൈഡ് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പോൾ ഇവിടെ ആക്സിലറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഡിയുടെ ഇടയ്ക്കാണ് അയോണിൻ്റെ ചാർജ് എനർജി ഇൻക്രീസ് ചെയ്യുന്നത്. ആദ്യം ഒന്ന് എൻ്റർ ചെയ്ത സമയത്ത് കുറച്ച് എനർജി ഇൻക്രീസ് ചെയ്തു. വീണ്ടും ഇവിടെ ഗ്യാപ്പിലെത്തുന്ന സമയത്തൊക്കെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യും. കാരണം നമുക്കറിയാം റേഡിയസ് ഓഫ് ദ സർക്കുലർ ഓർബിറ്റ് എന്ന് പറയുന്നത് m/qb ഇൻറ്റു un ആണ്. അപ്പോൾ വെലോസിറ്റിക്ക് അനുസരിച്ച് വെലോസിറ്റി കൂടുന്ന സമയത്ത് റേഡിയസും കൂടും. സോ അങ്ങനെ അയോൺ ഇവിടെ വരുന്ന സമയത്ത് ഒരു ലാർജർ റേഡിയസിൽ അത് സെമി സർക്കുലർ പാത്ത് കവർ ചെയ്യും. എന്നിട്ട് വീണ്ടും ഈ ഗ്യാപ്പിലെത്തുന്ന സമയത്ത് പൊളാരിറ്റി ചേഞ്ച് ചെയ്യും. ദ റൈറ്റ് ഡി ബിക്കം നെഗറ്റീവ്. സോ ദ അയോൺ വിൽ ബി അഗെയിൻ ആക്സിലറേറ്റഡ് ഇൻ ടു ദ റൈറ്റ് ഡി. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. സർക്കുലർ ഓർബിറ്റിൽ സഞ്ചരിക്കും. ഓരോ തവണയും ഈ ഗ്യാപ്പിനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യും. ഓരോ തവണയും ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇതിൻ്റെ റേഡിയസ് കൂടി വന്ന് അവസാനം ഏറ്റവും ഔട്ടർ പാർട്ടിൽ ഈ ഡിയുടെ അതേ റേഡിയസ് ആവുന്ന സമയത്ത് ഈ അയോൺസ് പുറത്തോട്ട് വരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ എനർജി കൂടിയ പാർട്ടിക്കിൾ പുറത്തോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പുറത്തോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ റേഡിയസ്, അതായത് ഡിയുടെ ഈ ഡീസിൻ്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഉള്ള വെലോസിറ്റി u ആണെങ്കിൽ നമുക്ക് പറയാം ദ വെലോസിറ്റി ഓൺ എക്സിറ്റ് velocity of if u is the velocity of the charged particle in a plane normal to the magnetic field at the time of exit ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി u ആണെങ്കിൽ യുവിനെ നമുക്ക് ഇങ്ങനെ എഴുതാം qbr എന്നുള്ളതാണ് ഡിയുടെ റേഡിയസ് ആണ് ബൈ എം. അതുപോലെ തന്നെ സൈക്ലോട്രോൺ ഫോർമുല നമുക്ക് എഴുതാം mu² ബൈ r ഈക്വൽ ടു qu b എന്ന് എഴുതാം. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. കൈനറ്റിക് എനർജി ഓഫ് ദ അയോൺ ഓൺ എക്സിറ്റ്, പുറത്തോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ കൈനറ്റിക് എനർജി ½ ആണ്. യു നമുക്കറിയാം, ½ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ q² b² r² ബൈ 2m എന്ന് വരും. ഓക്കെ, സോ ദിസ് ഇസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓൺ ദ എക്സിറ്റ് ഔട്ട് ഓഫ് ദ ഡീസ്. ഓക്കെ, ഡീസിന് പുറത്തോട്ട് വരുന്ന സമയത്തുള്ള അതിൻ്റെ കൈനറ്റിക് എനർജി. സോ സൈക്ലോട്രോൺ സാധാരണ ഒരു എസ്സേ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. സോ യു ഹാവ് ടു study for an essay question based on this section. അപ്പോൾ ഈ സെക്ഷനിൽ നിന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ സൈക്ലോട്രോണിൻ്റെ കൺസ്ട്രക്ഷൻ പറയേണ്ടി വരും, അതിൻ്റെ തിയറി മാഗ്നറ്റിക് ഡിഫ്ലക്ഷൻ എന്താണെന്ന് പറയേണ്ടി വരും, അതുപോലെ തന്നെ വർക്കിംഗ് പറയേണ്ടി വരും, പിന്നെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, താങ്ക് യു.